ഭരണകൂടങ്ങൾക്ക് ഭരണഘടന മാറ്റിമറിക്കാനാവില്ലെന്ന് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് ടി ആസഫ് അലി. ഇന്ത്യൻ ഭരണഘടന ആകെ മാറ്റിമറിക്കാൻ പോവുകയാണെന്ന് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ പ്രചാരണം നടത്തുന്നത് ശരിയല്ല. പാർലമെൻറ്റിൽ ആവശ്യമായ ഭൂരിപക്ഷമുണ്ടെന്നതിനാൽ മാത്രം ഭരണഘടന പൊളിച്ചെഴുതൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയിൽ ക്ഷിപ്രസാധ്യമല്ലെന്നും ആസഫ് അലി പറഞ്ഞു. മുദ്രപത്രം മാസിക സംഘടിപ്പിച്ച സ്നേഹാക്ഷര സംഗമം തലശ്ശേരി പാർക്കോ റെസിഡൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യം അലിഞ്ഞുചേർന്ന ഒരു സാമൂഹിക ക്രമത്തിൽ സർക്കാർ താൽപ്പര്യങ്ങളും ഭരണഘടനയുടെ അന്തസ്സത്തക്ക് നിരക്കാത്ത കുത്സിത ശ്രമങ്ങളും പാളിപ്പോയ ചരിത്രമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് പൽക്കിവാലയെപ്പോലുള്ള നിയമജ്ഞരുടെ നിയമവ്യാഖ്യാനങ്ങളും ജസ്റ്റിസ് VR കൃഷ്ണയ്യരെപ്പോലുള്ള ന്യായാധിപന്മാരുടെ വിധിന്യായങ്ങളും മാധ്യമങ്ങളുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലുകളും നമുക്ക് വഴിവെളിച്ചമായി തീരുകയാണെന്ന് ആസഫ് അലി പറഞ്ഞു. ഒരു പ്രതിമ ഉണ്ടാക്കുന്നു, ആ പ്രതിമയുടെ അടിയിൽ ഇത് ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ അർത്ഥം ഈ പ്രതിമ പൊളിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതല്ല. അത് ഭേദഗതി ചെയ്യാൻ മാത്രമേ സാധിക്കൂ. അപ്പൊ ആ രാഷ്ട്രീയ നേതാവിന്റെ ആ വീഡിയോ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. അപ്പൊ അവിടെയാണ് മീഡിയയുടെ പ്രസൻസ് ഏറ്റവും കൂടുതലായി പ്രസക്തമായിരിക്കുന്നത്. ജനങ്ങളെ നമ്മൾ കേരളത്തില് വലിയ സാക്ഷരരാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരരാണ് എന്നെല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ പോലും നിയമ സാക്ഷരത നമ്മളില്ല. ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ നിയമ സാക്ഷരത അറിയില്ല. ഭരണഘടനയെ കുറിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം വിവാദങ്ങളാണ്. അത് സാധാരണക്കാർക്ക് തന്നെ വായിച്ച ഒന്നും മനസ്സിലാവില്ല. അവിടെയാണ് ജനാർദ്ദന ഞാൻ പറയുന്നത്, മീഡിയയുടെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറയുന്നത് ജനങ്ങളെ നിയമപരമായി ബോധവൽക്കരണം നൽകുക. മുദ്രപത്രം പത്രാധിപർ P. ജനാർദ്ദനൻ അധ്യക്ഷനായി. മുദ്രപത്രം പ്രസിദ്ധീകരിച്ച സമൂഹത്തിൻ്റെ വിവിധ കർമ്മരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 33 വ്യക്തികളെക്കുറിച്ചുള്ള ലേഖന സമാഹാരം ഇവർ അഡ്വക്കേറ്റ് ടി ആസഫ് അലി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ P.K. സത്യാനന്ദൻ പുസ്തകം ഏറ്റുവാങ്ങി. B. കുഞ്ഞനന്ദൻ പുസ്തക പരിചയം നിർവഹിച്ചു. സംഗമത്തിൽ വ്യത്യസ്ത കർമ്മ മേഖലകളിലെ പ്രതിഭകളായ വസന്ത തിരുവങ്ങാട്, കാർത്തിക അണ്ടല്ലൂർ, A. രവീന്ദ്രൻ, ശ്രീജിത്ത് ചോയൻ, K.V. വിജയൻ എന്നിവരെ ആദരിച്ചു. സ്നേഹാക്ഷര സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിൽ വിജയിയായ A. കീർത്തനയ്ക്ക് ഉപഹാരം നൽകി. ചൂര്യായ ചന്ദ്രൻ, K. ഹരീന്ദ്രൻ, M. രാജീവൻ, അഡ്വക്കേറ്റ് K.C. മുഹമ്മദ് ഷബീർ എന്നിവർ സംസാരിച്ചു. കതിരൂർ T.K. ദിലീപ് കുമാർ ബഹുമതി പത്രസമർപ്പണം നിർവഹിച്ചു. O.P. ശൈലജയുടെ പ്രാർത്ഥനാ ഗാനാലാപനത്തോടെ ആരംഭിച്ച സ്നേഹാക്ഷര സംഗമത്തിൽ 100-ലേറെ വ്യക്തികൾ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.